ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞതിൽ അവസാനിപ്പിച്ചത് ഏത്? മൻ തവദ്ദഅ യൗമൽ ജുമുഅ ഫബിഹാ വനിഅമത് വമൻ ഇഗ്തസൽ ഫൽഗുസ്ലു അഫ്ദൽ. ഇനി പിന്നെ ബാബുൽ ഗുസ്ൽ വഹുക്കുമുൽ ജുനുബ്, ആ അധ്യായത്തിൽ ചില ഹദീസുകൾ ബാക്കിയുണ്ട്. അതിൽ ചിലതാണ് നമ്മളിവിടെ എഴുതിയത്. ഒന്ന് വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്രിഉനൽ ഖുർആന മാ ലം യകുൻ ജുനുബ. റവാഹു അഹ്മദ് വൽ ഖംസതു വഹാദാ ലഫ്ദു തുർമുദി. അൽ അർബ എന്നാണല്ലേ, അർബ എന്നുള്ളതാണ് സഹീഹ്. ശരി, പക്ഷെ ചില നുസ്ഖകളിൽ വൽ ഖംസ എന്നുള്ളത്, അത് ഞാനിവിടെ എഴുതിയ ഇത് അങ്ങനെ തന്നെ എഴുതിയ, കാരണം വൽ ഖംസ എന്നുള്ളത് ശരിയല്ല. وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أتى أحدكم أهله ثم أراد أن يعود فليتوضأ بينهما وضوءا. رواه مسلم. زاد حاكم فإنه أنشط للعود. عليه السلام. وللأربعة عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم ينام وهو جنب من غير أن يمس ماء وهو معلول. ഇവിടെ റവാഹു അഹ്മദ് വൽ ഖംസതു വഹാദാ ലഫ്ദു തുർമുദി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. ഉണ്ട് അത് ഇബ്നു ഖുസൈ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. طيب. وعن علي رضي الله عنه هذا نامت حديث علي رضي الله عنه قال عليكم السلام ورحمة الله كان النبي صلى الله عليه وسلم يقرئنا القرآن ما لم يكن جنبا. علي بن أبي طالب رضي الله تعالى عنه أبو السبطين. പിന്നെ വേറൊരു വിളിപ്പേരുണ്ട്, അബു തുറാബ്. അല്ല അസ്ബാത്ത് ഉണ്ടല്ലോ, അല്ല സബറ لا മൂസ ഇതാണ് സാദല്ല, സീന് പ പേരക്കുട്ടി. അസ്ബാത്ത് അറിയില്ലേ, പിന്നെ സന്താനങ്ങൾക്ക് പറയും പേരക്കുട്ടി എന്നുള്ളതിന് പറയും. അബു സിബ്തൈൻ, രണ്ട് പേരക്കുട്ടി, ഹസൻ ഹുസൈൻ എന്നിവരുടെ വാപ്പ എന്നുള്ള അർത്ഥത്തിൽ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ. അബു തുറാബ് എന്നുള്ളത് ഇത് അബു സിബ്തൈൻ, ഇങ്ങനെ മറ്റേത് അബു തുറാബ് റസൂലുള്ളാഹി അദ്ദേഹത്തെ അലി റളിയല്ലാഹു തആല ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പിണങ്ങിയിട്ട് പള്ളിയിൽ പോയിട്ട് നിലത്ത് കിടന്ന്, അപ്പോൾ റസൂലുള്ളാഹി വന്നിട്ട് അന്വേഷിച്ച് ഫാത്തിമേൻ്റെ അടുത്ത് ഇവിടെ അലി ചോദിച്ചപ്പോൾ പറഞ്ഞ് വിവരം പറഞ്ഞ് ഇങ്ങനെ തെറ്റിപ്പോയിക്കാണെന്ന്. അപ്പോൾ നോക്കുമ്പോൾ നിലത്ത് കിടക്കുകയാണ് പള്ളിയിൽ, ഇന്നത്തെ മാതിരിയല്ല, പള്ളി മണലല്ലേ. അപ്പോൾ പിന്നെ മണൽ കിടക്കുമ്പോൾ അബൂ തുറാബ് എന്നിട്ട് വിളിച്ച്, അതുകൊണ്ടാണ് ആ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലർക്ക് ചില പേര് വിളിക്കും. അപ്പോൾ റസൂലുള്ളാഹി അത് വിളിച്ചു എന്നുള്ള ആൾക്ക് പിന്നെ അതായിരിക്കും എന്ത് പ്രസിദ്ധമാകുക. അതിൽപ്പെട്ടതാണ് ദുൽയദൈൻ. അതേപോലെ തന്നെ സഫീന, റസൂലുള്ളാഹിന്റെ മൗലയായിരുന്നു
പിന്നെ മൗല മെഹ്റാൻ എന്നാണ് മൗലൻ്റെ പേര്. അപ്പോൾ ഒരു ദിവസം പിന്നെ ഇദ്ദേഹം ഒരു യാത്രയിൽ ഇത് സഹാബികളുടെ എല്ലാവരുടെയും സാധന സാമഗ്രികളുണ്ടല്ലോ, അതൊന്നായിട്ടൊരു തുണിയിൽ വിരിച്ചിട്ട് അയക്കൊണ്ട് വാങ്ങി. എന്നിട്ട് അത് മൂപ്പരേറ്റി, എല്ലാവരും ഏറ്റിയപ്പോൾ റസൂൽ പറഞ്ഞ അനത്തെ സഫീനയുള്ള കപ്പലാണല്ലോ കുറേ വഹിക്കുക, അപ്പോൾ നിങ്ങൾ സഫീനയാണെന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ മെഹ്റാൻ സഫീനയായി. അതുകൊണ്ടാണ് സഫീന എന്നുള്ള പേരിൽ അദ്ദേഹം പ്രസിദ്ധനായത്. അലൈഹി സ്വലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ ആയിഷമ്മനെ ഹുമൈറ അങ്ങനെ വിളിച്ച് റസൂൽ വിളിച്ചാണ് പേര്. ഇവിടെ വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, ഖാല അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഖ്രിഉന അൽ ഖുർആൻ, അഖറ എന്ന് പറഞ്ഞാൽ ഓതുക, യുഖ്രിഉന ഞങ്ങൾക്ക് ഓതി തരുമായിരുന്നു, അഖറ യുഖ്രിഉ അൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ, യുഖ്രിഉന അൽ ഖുർആൻ മാ ലം യകുൻ ജുനുബൻ, മാ ലം യകുൻ ജുനുബൻ. ഈ മാ അതിനെക്കുറിച്ച് പറയൽ മാ മസ്ദരിയ ദർഫിയ എന്നാണ്. ദർഫിയ, മസ്ദരിയ ദർഫിയ. അപ്പോൾ ആ പരിഗണനയിൽ ഇതിൻ്റെ അർത്ഥം മാ ലം യകുൻ ജുനുബൻ, ജനാബത്ത് ബാധിക്കാത്ത കാലമത്രയും, ജനാബത്ത് ബാധിക്കാത്ത കാലമത്രയും, മാലം യുസൈബുഹിൽ ജനാബ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഖ്രിഉന അൽ ഖുർആൻ ഞങ്ങൾക്ക് ഓതി തരുമായിരുന്നു. മാലം യകുൻ ജുനുബൻ, റസൂലുള്ള ജനാബത്ത് ബാധിക്കാത്ത അവസ്ഥയിലൊക്കെ, കാലം അത്രയും എന്ന് പറഞ്ഞാൽ അവസ്ഥയിലൊക്കെ. ഈ ഹദീസ് റവാഹു അഹ്മദ് വൽ ഖംസ, ഇവിടെ വൽ ഖംസ എന്നുള്ളത് ശരിക്ക് അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, ഇവരാണ് ഖംസ. അപ്പോൾ റവാഹു അഹ്മദ് വൽ അർബഅ എന്നാണ്. പക്ഷെ ചില പിന്നെ ബുലൂഗുൽ മറാമിൻ്റെ നുസ്ഖകളിൽ വൽ ഖംസ എന്നുള്ളത്, അപ്പോൾ അത് ഇവിടെ വൽ അർബഅയാണ്. അല്ലെങ്കിൽ റവാഹുൽ ഖംസത്തു മാഫി മുഷ്കിൽ. റവാഹുൽ ഖംസ പറഞ്ഞാൽ എന്തായി? അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ് ആയി. കാരണം ഖംസ എന്ന് പറഞ്ഞാൽ അവരാണ്. അവിടെ റവാഹുൽ അഹ്മദ് എന്ന് പറയുകയാണെങ്കിൽ വൽ അർബഅ, അതാണ് സഹീഹ്. വഹാദ ലഫ്ദു തുർമുദി, വഹാദ ലഫ്ദു തുർമുദി, ഇത് തുർമുദിൻ്റെ ലഫ്ദാണ് ഈ ഹദീസിൽ ഉണ്ടോ? ഇത് തുർമുദിൻ്റെ ലഫ്ദാണ് മാലം യകുൻ ജുനുബൻ എന്നുള്ളത്. അപ്പോൾ ഇത് തുർമുദിൻ്റെ ലഫ്ദാണെന്ന് പറയുമ്പോൾ അഹ്മദിൻ്റെയും മറ്റു മൂന്നാൾ അബൂ ദാവൂദ്, ഇബ്നു മാജ, നസായി അവരുടെ റിപ്പോർട്ടിൻ്റെ ലഫ്ദ് ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം മറ്റു ചില റിവായത്തുകളുള്ളത് കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്രിഉനൽ ഖുർആൻ ലാ യുഹ്ജിസുഹു ഇല്ലൽ ജനാബ, ജനാബത്തല്ലാതെ റസൂലുള്ളാഹിനെ ഖുർആൻ ഓതിത്തരുന്നതിനെ തടയുമായിരുന്നല്ല എന്നുണ്ട്. ഇതേ ആശയം തന്നെ, പക്ഷേ അതിലെ പ്രയോഗം ലാ യംനഉഹു അല്ലെങ്കിൽ ലാ യഹ്ജുസുഹു ഇല്ല അൽ ജനാബ അങ്ങനെയാണുള്ളത്. വേറെയും ലഫ്ദുകളിൽ കാണാൻ സാധിക്കും. ഈ വഹാദ ലഫ്ദു തുർമുദി, ഇതിൽ വഹസ്സനഹു എന്നാ നിങ്ങളുടെ അടുത്തുള്ളത്, വഹസ്സനഹു എന്നുണ്ടോ? വഹസ്സനഹു വസഹഹു ഇബ്നു ഹിബ്ബാൻ. അപ്പോൾ തുർമുദി ഇതിനെ ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തുർമുദി ഹസൻ എന്നല്ല, ഹസനുൻ സഹീഹ് എന്നാണ് പറഞ്ഞത്. സുനൻ തുർമുദിയിൽ വഹാദ ലഫ്ദു തുർമുദി, ഇത് തുർമുദിയുടെ ലഫ്ദാണ്, പദപ്രയോഗമാണ്. വഹസ്സനഹു അങ്ങനെ അല്ലേ, വഹസ്സനഹു അദ്ദേഹം ഹസൻ എന്ന് പറഞ്ഞിട്ട്. തുർമുദി ഹസനുൻ സഹീഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹസനുൻ സഹീഹ്. വസഹഹു ഇബ്നു ഹിബ്ബാൻ അങ്ങനെയില്ലേ.
ഇബ്നു ഹിബ്ബാനും ഈ ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും ഹദീസിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിനെ സഹീഹാക്കിയവരാണ് ഇമാം തുർമുദി, ഇബ്നു ഹിബ്ബാൻ. വേറെയും പണ്ഡിതന്മാർ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബഗവി ഓക്കെ. പക്ഷേ ഈ ഹദീസിൻ്റെ റാവിമാരിൽ അലിയാരിൽ നിന്നുള്ള റാവി അബ്ദുല്ലാ ഇബ്നു സലമയാണ്. അബ്ദുല്ലാ ഇബ്നു സലമയിൽ നിന്ന് അംർ ബിൻ മുറയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അംർ ബിൻ മുറ അബ്ദുല്ലാ ഇബ്നു സലമയിൽ നിന്നും, അബ്ദുല്ലാ ഇബ്നു സലമ അലിയിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അംർ ഇബ്നു മുറ അബ്ദുല്ലാ ഇബ്നു സലമയിൽ നിന്ന് ഹദീസ് കേട്ട കാലത്ത് അബ്ദുല്ലാ ഇബ്നു സലമ വാർദ്ധക്യം പൂണ്ട് അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പല ഹദീസ് പണ്ഡിതന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ഹദീസ് പണ്ഡിതന്മാർ ഈ അലിയാരുടെ റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അവരിൽപ്പെട്ടവരാണ്. ഷെയ്ഖ് അൽബാനി പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്. തുർമുദിൻ്റെ റിവായത്ത് ദഈഫ്, അതേപോലെ തന്നെ നസായി, ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ദുർബലാണെന്നാണ് പറഞ്ഞത്. കാരണം പിന്നെ അൽബാനിയൊക്കെ ഇതിനെ ദഈഫാക്കാൻ കാരണം തുർമുദിയുടെ ഈ ലഫ്ളായാലും ഇബ്നു മാജയുടെയും നസായിയുടെയും മറ്റു ലഫ്ളുകളായാലും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആരിൽ നിന്നാണ്? അലിയിൽ നിന്ന് അബ്ദുല്ലാ ഇബ്നു സലമയാണ്. അബ്ദുല്ലാ ഇബ്നു സലമയിൽ നിന്ന് അംർ ഇബ്നു മുറയാണ്. അംർ ഇബ്നു മുറ അബ്ദുല്ലാ ഇബ്നു സലമയിൽ നിന്ന് ഹദീസ് കേട്ട നാളിൽ അബ്ദുല്ലാ ഇബ്നു സലമ വാർദ്ധക്യത്തിലായിരുന്നു. അദ്ദേഹത്തിൽ ചില ഹിഫ്ളിൽ ഹദീസ് മനപ്പാഠമായ വിഷയത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിരുന്നു എന്നത് കാരണത്താലാണ് ഇതിനെ എന്ത് ചെയ്തിട്ട് പലരും ഇതിനെ ദുർബലം എന്ന് വിധിച്ചിട്ടുള്ളത്. പക്ഷേ പ്രാമാണികരായ പല പണ്ഡിതന്മാരും, അതിൽപ്പെട്ടാണ് ഇമാം തുർമുദി, അതേപോലെ തന്നെ ഇമാം ബഗവി, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഹദീസിനെ സഹീഹ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൊടുന്ന വിഷയമാണത്. ഖുർആൻ ഓതുന്ന വിഷയമാണ് ഇത്. നമുക്ക് ഖുർആൻ തൊടുന്ന അത് മുസാഫ് തൊടുന്നതിന് മുമ്പ് വന്നില്ലേ, ആ ഹദീസിനെ അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. അതല്ല വിഷയം, മുസാഫ് തൊടുന്നതല്ല വിഷയം, ഇവിടെ ഖുർആൻ ഓതുന്ന വിഷയമാണ്. മനസ്സിലല്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉനൽ ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുമായിരുന്നു മാലം യകുൻ ജുനുബൻ, ജനാബത്താകാത്ത കാലത്ത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഹദീസിൻ്റെ അർത്ഥം എന്താ? ജനാബത്തുകാരനാണെങ്കിൽ ഖുർആൻ ഓതാൻ പാടുള്ളതല്ല, ജനാബത്ത് നിന്ന് ശുദ്ധിയാവാതെ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഭൂരിപക്ഷം ഷെയ്ഖുൽ ഇസ്ലാം പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് ജനാബത്തുകാരന് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും ജനാബത്തുകാരൻ ഖുർആൻ ഓതാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. ഈ ഹദീസിനെ അവർ പ്രബലപ്പെടുത്തുന്നുണ്ട്. അതേസമയം ജനാബത്തുകാരന് ഖുർആൻ ഓതാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അവന് ജനാബത്തിന് ശുദ്ധിയാകാതെ ജനാബത്തുകാരനോട് ഒരിക്കലും ഇതര വലിയ അശുദ്ധിക്കാരെ ഖിയാസാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതര വലിയ അശുദ്ധിക്കാരൻ ആരാ? ഹൈദ്, നിഫാസ്, ആർത്തവ രക്തവും പ്രസവ രക്തമുള്ള സ്ത്രീകൾ, അവരാണ് മറ്റ് വലിയ അശുദ്ധിക്കാർ. അപ്പോൾ ജനാബത്തുകാരനെയും പ്രസവ രക്തമുള്ള സ്ത്രീയെയും പ്രസവ രക്തമുള്ള സ്ത്രീയെയും ആർത്തവകാരിയെയും ജനാബത്തുകാരനോട് ഖിയാസാക്കിയിട്ട് അവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ആ ഖിയാസ് മഅൽ ഫാരിഖാണ്. ഖിയാസ് മഅൽ ഫാരിഖാണ്. എന്തുകൊണ്ട്? ഒരിക്കലും ആർത്തവകാരിയെയും പ്രസവരക്തമുള്ള സ്ത്രീയെയും ജനാബത്തുകാരനോട് ഖിയാസാക്കാൻ പറ്റില്ല. കാരണം ജനാബത്തുകാരൻ ജനാബത്തുണ്ടായി കുളിച്ചാൽ ശുദ്ധിയായി. അതേസമയം ആർത്തവകാരി ഒരിക്കലും എന്താവില്ല, അവളുടെ രക്തം നിലക്കാതെ അവൾ ശുദ്ധിയാവില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ ആർത്തവകാരിക്ക് പ്രസവരക്തമുള്ള സ്ത്രീക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണ്. ഖുർആൻ തൊടലല്ല, ഓതൽ അനുവദനീയമാണ്. കാരണം അവർക്ക് അവരുടെ ഓർമ്മ ഹിഫ്ള് പുതുക്കാനും അതേപോലെ തന്നെ നിത്യമായി ഓതുന്ന വിർദിനെ തുടർത്താനുമൊക്കെ അവർക്ക് ഖുർആൻ ഓതാം, അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയോട് അടുത്തൊരു അഭിപ്രായം. ഖുർആനാണ് എന്ന നിലക്ക് ഖുർആൻ ഓതാൻ പാടില്ല. അതേസമയം പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്. ബിസ്മി ചൊല്ലാം, ഖുർആനിലൊരായത്ത് എന്നുള്ള നിലക്കല്ല. ഇപ്പം നമ്മൾ ബിസ്മി ചൊല്ലേണ്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരാൾ കത്ത് എഴുതാണ്, അപ്പോൾ അയാൾക്ക് ബിസ്മി എഴുതാം, ഖുർആൻ ഓതുക എന്നുള്ള അർത്ഥത്തിലല്ല.
ആ അതേപോലെ തന്നെ നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുകയാണ്. അത് ഖുർആനിലെ ഒരു ആയത്താണ്. ആയത്ത് ഓതുക എന്നുള്ള നിലക്കല്ല, പിന്നെയോ ഞാനതൊരു ദിക്ർ എന്ന നിലക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു ദുആ വരികയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇത് ദുആയാണ്, പക്ഷേ ഇത് ഖുർആനിലെ ഒരു ആയത്തുമാണ്. പക്ഷേ ആയത്ത് ഓതുന്നു എന്ന നിലക്കല്ല. ആയത്ത് ഓതുക എന്നുള്ള നിലക്കാണെങ്കിൽ അത് നിഷിദ്ധാണ്. അതേസമയം അതൊരു ദിക്റാണ് എന്നുള്ള നിലക്ക് ഒരാൾക്ക് ആ ദിക്ർ ചെല്ലാവുന്നതാണ്. മനസ്സിലായോ? ജനാപത്തുകാരായിരിക്കെ ഖുർആനിലൊരു ആയത്ത്, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആനിലൊരു ആയത്ത് തികച്ചു ഓതുക എന്നുള്ളതാണ്. അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ പ്രാമാണികരായ പലരുടെയും അഭിപ്രായം. അത് പാടില്ല. ഓതൽ അനുവദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, ഈ ഹദീസിനെ ദുർബലപ്പെടുത്തുന്ന പണ്ഡിതന്മാർ, അൽബാനിയൊക്കെ. അപ്പോൾ ആ വീക്ഷണക്കാരനാണ്. ഖുർആനാണ്, ആയത്തുൽ കുർസി ഖുർആനാണ്. ജനാപത്തുകാരനായിരിക്കും ഓതാൻ പാടില്ല. ദുആയും ദിക്റൊക്കെ വേറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു അവസരത്തിൽ എന്ത് ചെയ്യുന്ന അള്ളാഹ്ക്ക് ദിക്ർ എടുത്ത് നമുക്ക് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ദിക്റുകൾ എടുക്കാം, ജനാപത്തുകാരനാണെങ്കിലും ദിക്ർ എടുക്കാം, പ്രശ്നമല്ല. അതേസമയം ഖുർആൻ ഓതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലല്ലേ? പിന്നെ ഖുർആൻ ഈ ഹദീസിനെ പ്രബലപ്പെടുത്താത്ത പണ്ഡിതന്മാരിൽ ചിലരെന്തുണ്ട്, അവർ ഖുർആൻ ഓതാം എന്ന് പറയുന്നവർ അതിന് തെളിവിന് കൂട്ടുപിടിക്കണ ഹദീസുമാണിത്. കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി എന്നുള്ളത്. കാരണം ഖുർആൻ ഓത്ത് എന്താണ്, ദിക്റിൽപ്പെട്ടതാണ് അതിൻ്റെ വിശാലാർത്ഥത്തിൽ. അപ്പോൾ ആ നിലക്ക്. പക്ഷേ ഈ ഹദീസിനെ പിന്നെ പ്രബലപ്പെടുത്തിയവർ പ്രാമാണികരാണ്. ഈ ഹദീസിന് പിന്നെ ഒരു സിഹത്തിൻ്റെ വിധി നൽകിയവരും പ്രാമാണികരായ പണ്ഡിതന്മാരാണ്. മറ്റു ഇതിനെ ദുർബലപ്പെടുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം അതിനെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സഹിയാക്കിയ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഓതാൻ പാടില്ല. ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് മുഴുവനായിട്ട് ഓതുക എന്നുള്ളത് ഖുർആൻ ഓത്താണ്. അത് പാടുള്ളതല്ല. ജനാപത്തുകാരന് പിന്നെ ഒരാൾ ജനാപത്ത് ആകാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പാണ് ഖുർആൻ ഓതേണ്ടത്. കിടപ്പറ പ്രാപിക്കുമ്പോൾ, നമ്മൾ കിടപ്പറ പ്രാപിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ആയത്തുൽ കുർസി ഓതേണ്ടത്. അതേപോലെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി പിന്നെ ഒക്കെ ഓതേണ്ടത്. അതാണ് വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്രിഉനൽ ഖുർആൻ മാ ലം യകുൻ ജുനുബ. അതേസമയം ജനാപത്തുകാരന് ഒരു സദസ്സിലിരിക്കാനോ ആളുകളോട് സംസാരിച്ചിരിക്കാനോ കുളിക്കാതെ അല്പം വൈകിച്ച് അങ്ങനെ സദസ്സിലിരിക്കേണ്ടി വരികയാണെങ്കിൽ അതിലെന്തില്ല, ഒരു ഹറജില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ റസൂലുള്ളാഹി മീറ്റ് ഓരോരുത്തർ വെച്ച് കണ്ട്. പക്ഷേ റസൂലുള്ളാഹിക്ക് മുഖം കൊടുക്കാതെ അബൂ ഹുറൈറ പോയിട്ട് പിന്നെ കുളിച്ചു വന്ന് എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്ന്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് അബൂ ഹുറൈറ നിങ്ങൾ എന്തിനാണ് പിന്നെ പോയതെന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു, റസൂലേ ഞാൻ ജനാപത്തുകാരനായിരുന്നു, അപ്പോൾ ശുദ്ധിയാകാതെ നിങ്ങളടുത്ത് വരുന്നിരിക്കുക എന്നുള്ളതിനെ ഞാൻ വെറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്നൽ മുഅ്മിൻ ലാ യൻജുസ്. പിന്നെ ഒരിക്കലും ഒരു വിശ്വാസി എന്താവില്ല, നജസ്സാകൂല എന്ന് റസൂലുള്ളാഹി അവിടെ അബൂ ഹുറൈറ തന്നെ തിരുത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരാൾ ജനാപത്തുണ്ടായ ഉടനെ തന്നെ കുളിച്ചോളണമെന്നില്ല. പക്ഷേ പിന്നെ ജനാപത്തുകാരനായിരിക്കെ ആളുകൾക്ക് പിന്നെ അടുത്ത് പോയി അല്ലെങ്കിൽ ആളുകളായിട്ട് ഒന്നിരുന്ന് എന്ന് തുടങ്ങിയ അതിന് പേരിൽ പ്രശ്നമല്ല എന്നർത്ഥം. വല ജുനൂബൻ അത് നമ്മൾ പറഞ്ഞല്ലേ, പിന്നെ ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുക എന്നുള്ളതല്ലാതെ പള്ളിയിൽ താമസിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇത് നമുക്കിതിനു മുമ്പ് വന്നില്ലേ ഹദീസ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിൻ്റെയൊക്കെ മഹത്വമൊക്കെ ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തിരുന്നിട്ടാണല്ലോ അവർ പഠിക്കണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ വിശുദ്ധ ഖുർആനിന് നൽകേണ്ട പവിത്രത ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പിന്നെ പാവനമായ ഗ്രന്ഥമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള പാവനത്തെ നമ്മൾ വകവെക്കുകയും അത് ഈ അശുദ്ധമായ സന്ദർഭങ്ങളിൽ നമ്മൾ അത് പാരായണം ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെ റവാഹു അഹ്മദു വൽ അർബഅത്തു, ഇവിടെ വൽ ഖംസ എന്നുള്ളത് വൽ അർബഅ, വഹാദ ലഫ്ദു തുർമുദി വഹസ്സനഹു, ഹസനാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹസനുൻ സഹീഹ് എന്നാണ് പറഞ്ഞത്. വസഹഹു ഇബ്നു ഹിബ്ബാനും ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി
وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أتى أحدكم أهله ثم أراد أن يعود فليتوضأ بينهما وضوءا. എന്ത് തെറ്റുണ്ടോ? എന്തെങ്കിലുമില്ല. ഞാൻ വായിക്കുമ്പോൾ പിന്നെ റവാഹു മുസ്ലിം അല്ലേ. സാദ ഹാക്കിമുൻ ഫഇന്നഹു അൻഷതു ലിൽ ഔദി ഫഇന്നഹു അൻഷതു ലിൽ ഔദ്. വഅൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. അബൂ സഈദ് അൽ ഖുദ്രി നമുക്ക് വന്നാളാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? അബൂ സഈദ് അൽ ഖുദ്രി എന്താ? സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അല്ലേ? രണ്ട് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അൻസാരിയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ അതാ അഹദുക്കും അഹ്ലഹു, ഇദാ അതാ അഹദുക്കും നിങ്ങളിൽ ഒരാൾ എത്തിയാൽ, അഹ്ലഹു അഹ്ലഹു തൻ്റെ ഭാര്യയുടെ അടുക്കൽ, അഹ്ലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സൗജതഹു തൻ്റെ ഭാര്യയുടെ അടുക്കൽ. അതൊരു പ്രയോഗമാണ്. ഇദാ അത അഹദക്കും അഹ്ലഹു എന്നുള്ളതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് ഉദ്ദേശം ഭാര്യയെ പ്രാപിച്ചാൽ, ഭാര്യയുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടാൽ എന്നുള്ളതാണ്. ഇദാ അത അഹദുക്കും അഹ്ലഹു നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ പ്രാപിച്ചാൽ, ഭാര്യയുടെ അടുക്കൽ ചെന്നാൽ തന്നെ ഭാര്യയെ ലൈംഗികമായിട്ട് പ്രാപിച്ചാൽ, സുമ്മ അറാദ അൻ യഊദ്, സുമ്മ എന്നിട്ട് അതിൽ പിന്നെ അറാദ അൻ യഊദ്, അറാദ അൻ യഊദ് അറാദ അയാൾ ഉദ്ദേശിക്കുന്നു, അൻ യഊദ് മടങ്ങുവാൻ, മടങ്ങുവാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി സംഭോഗം ഉദ്ദേശിച്ചാൽ, സുമ്മ അറാദ അൻ യഊദ് മടങ്ങുവാൻ പിന്നെയും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി ലൈംഗികമായി ഭാര്യയെ പ്രാപിക്കുവാൻ ഉദ്ദേശിച്ചാൽ, ഫല്യതവദ്ദ ബൈനഹുമാ വുദുഅ, ഫല്യതവദ്ദ അവൻ വുദു ചെയ്യട്ടെ. ഇദാ അത എന്നുള്ള ആ ഇതിൻ്റെ ജവാബാണ് ഈ ഫ. ഫല്യതവദ്ദ അവൻ വുദു ചെയ്യട്ടെ, ബൈനഹുമ അവക്കിടയിൽ, അവക്കിടയിൽ അതായത് ആദ്യം ലൈംഗികമായിട്ട് പ്രാപിച്ചു പിന്നെ ഒരു ലൈംഗികമായിട്ടുള്ള പ്രാപിക്കൽ ഉദ്ദേശിച്ചാൽ അവക്കിടയിൽ ഫല്യതവദ്ദ വുദുഅ ഒരു വുദു ചെയ്യട്ടെ. ഫല്യതവദ്ദ വുദുഅ, ഫല്യതവദ്ദ അവൻ വുദു ചെയ്യട്ടെ, ബൈനഹുമ അവക്കിടയിൽ വുദുഅൻ, ഫല്യതവദ്ദ വുദു എന്നാണ് വുദു ചെയ്യട്ടെ എന്നാണ്. അവിടെ ഇത് മഫൂൽ മുത്തലക്കാണ്, മസ്ദർ കൊണ്ടുവന്ന്. ഫല്യതവദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? വുദു ചെയ്യട്ടെ എന്നാണ്. ഫല്യതവദ്ദ വുദുഅ എന്നാണ് പറഞ്ഞത്. ശരി, ആ വുദുഅൻ എന്ന ആവർത്തിച്ചതിൽ ഒരു ഹിക്മത്ത് ഉണ്ട്, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തു. സാദ ഹാക്കിമുൻ, ഹാക്കിം ഏറെ കൊണ്ടുവന്നു, വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇമാം ഹാക്കിമും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാക്കിമിൻ്റെ മുസ്തദറക്കിലെ റിവായത്തിൽ സാദ അദ്ദേഹം ഇപ്രകാരം വർദ്ധിപ്പിച്ചു. എന്താണത്? ഫഇന്നഹു അൻഷതു ലിൽ ഔദ്, ഫഇന്നഹു കാരണം അത്, എന്നാൽ ഈ വുദു പുതുക്കൽ, ഫഇന്നഹു കാരണം അത്, അൻഷതു ലിൽ ഔദ്, അൻഷതു ഉന്മേഷം പകരും, ഉന്മേഷദായകമാണ്. അൻഷത്ത് എന്ന് പറഞ്ഞാൽ ഉന്മേഷം പകരും, ഉന്മേഷദായകമാണ്. ലിൽ ഔദ്, ലിൽ ഔദ് എന്ന് പറഞ്ഞാൽ മടങ്ങുവാൻ, മടങ്ങുവാൻ ഉന്മേഷദായകമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് ഒരിക്കൽ കൂടി ഭാര്യയെ പ്രാപിക്കുവാൻ, ലൈംഗികമായി ബന്ധപ്പെടുവാൻ അൻഷത്ത് ഉന്മേഷദായകമാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താ ഈ ഹദീസിലെ ഫിഖ്? അതായത് ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നെയും ഒരിക്കൽ കൂടി ലൈംഗിക ബന്ധം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനിടയിൽ അയാൾ ഒരു വുദു ചെയ്യട്ടെ എന്നാണ്. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, ഫല്യതവദ്ദ കൽപ്പനയാണ്. തയ്യബ്, ഇവിടെ സുമ്മ അറാദായി യഊദ ഫല്യതവദ്ദ ബൈനഹുമാ വുദു, അവക്കിടയിൽ ഒരു വുദു ചെയ്യട്ടെ എന്നാണ്. അവിടെ ഫല്യതവദ്ദ വുദുഅ എന്ന് പറഞ്ഞു ഈ മസ്ദർ ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ അതെന്തിനാണ് അത് അവിടെ കൊണ്ടുവന്നത്? അതായത് അവിടെ പൂർണ്ണമായി വുദു എടുക്കട്ടെ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാനാണ്. അതായത് ഇപ്പോൾ ലൈംഗികമായിട്ട് പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ പിന്നെ കൈകൾ കഴുകണം, ലൈംഗിക അവയവവും കഴുകണം.
ആ ഒരു ശുദ്ധി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ വുളു ചെയ്യണം എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഉദു എൻ എന്ന് പറഞ്ഞത്. ഫല്യതവദ്ദ ഉദു എൻ. കൈ കഴുകലോ പിന്നെ ലൈംഗികാവയം കഴുകലോ അല്ല ഉദ്ദേശം. പിന്നെന്താണ് അവിടെ പൂർണ്ണമായി നിസ്കാരത്തിന് ഉദു ചെയ്യുന്നത് പോലെ ഉദു ചെയ്യലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം കുളിക്കുകയാണല്ലോ വേണ്ടത്. ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട എന്താ വേണ്ടത്, കുളിക്കുകയാണ് വേണ്ടത്. കുളിയാണ് കൽപ്പിക്കപ്പെട്ടത്. കുളിക്കണില്ല, അപ്പോൾ പകരമായിട്ട് പിന്നെ എന്താ വേണ്ടത് ശരിക്ക്? പകരമായിട്ട് ചെയ്യാണ്ട് പിന്നെ കുളിക്കണില്ലെങ്കിൽ അവിടെ കഴുകുക എന്നുള്ളതാണ്. കയ്യും കഴുകി ലൈംഗികാവയവം കഴുകിയിട്ടുണ്ടെങ്കിൽ അത് ആണ് വേണ്ടത്. പക്ഷേ റസൂലുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ അവിടെ കഴുകുക എന്നുള്ളതല്ല, പിന്നെയോ നിസ്കാരത്തിന് ഉദു ചെയ്യുന്നത് പോലെ ഒരു സമ്പൂർണ്ണ ഉദുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫലിയതവദ്ദ ബൈനഹുമ ഉദു. എന്നിട്ട് അത് ഇതിലുള്ള ഫിഖാണ്. നമ്മൾ ഇതുകൂടി പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. കൽപ്പന എന്ത് എന്നുള്ളത് അതാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു വിഷയമാണത്, ഉണ്ടായ വിഷയമാണ്. തയ്യ് ഉദുവ സാദ ഹാക്കിം, ഇമാം ഹാക്കിം വർദ്ധിപ്പിച്ചു. എന്ത് ഫൈന്നഹു, അപ്പം എന്തിനാണ് ഈ ഉദു ചെയ്യണത്, അതിൻ്റെ ഹിക്മത്താണ് അത്. ഫൈന്നഹു കാരണം അത് അൻഷത്തുലിൽ ഔദ്, ഒന്നുകൂടി മടങ്ങി ചെന്ന് അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാര്യയെ ലൈംഗികമായി പ്രാപിക്കുവാൻ ഏറ്റവും ഉന്മേഷം പകരുന്നതാണ്, ഉന്മേഷദായകമാണ്. അപ്പോൾ അതിൻ്റെ ഹിക്മത്തും പറഞ്ഞ് അതെന്താണ്, ഒരു പിന്നെ ശാരീരികമായിട്ടുള്ളൊരു ഉന്മേഷം ലഭിക്കുക എന്നുള്ളതാണ്. അബു സഈദ് ഖുദ്രിയിൽ നിന്നുള്ള സിയാദത്ത് തന്നെയാണ്. കാരണം പിന്നെ അദ്ദേഹത്തിന് തന്നെയാണ് എന്ത് ചെയ്യണത്, ഇമാം മുസ്ലിമും ഹാക്കിമും ഇത് റിപ്പോർട്ട് ചെയ്യണത്. പക്ഷേ പിന്നെ ഹാക്കിമിൻ്റെ റിവായത്തിൽ ഇത് ഏറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കാരണം ഞാൻ ഇതിനെ ഷറഹ് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഇത് ബോധപൂർവം ഇത് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ചിലർ പരാമർശിച്ചത് വായിച്ച് അള്ളാഹു അലൈ തല നോക്കണം. ഏതായാലും അബു സഈദ് അൽ ഖുദരിയിൽ നിന്ന് തന്നെയാണ് എന്താണ് മുസ്ലിമും ഹാക്കിമും ഇത് റിവായത്ത് ചെയ്യണത്. ഹദീസ് സഹിയാണ്. ഇനി ഇതുകൂടി പറഞ്ഞതിന് ശേഷം അതിലുള്ള മസല നമുക്ക് പറയാം. വലിൽ അർബഅത്തി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, വലിൽ അർബഅത്തിനുണ്ട്. അർബഅത്ത് എന്ന് പറഞ്ഞാൽ അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇവർ 4 പേരും. അപ്പോൾ അസുനനുൽ അർബഅയിൽ ഉണ്ട്. ആരിൽ നിന്ന്? ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അർബഅത്തിൻ്റെ റിവായത്തിലുണ്ട്. ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യനാം, തിരുനബി ഉറങ്ങുമായിരുന്നു. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമായിരുന്നു. വഹുവ ജുനുബുൻ, തിരുനബി ജനാപത്തുകാരനായ അവസ്ഥയിൽ. വാവു വാവുൽ ഹാൽ, വഹുവ എന്നുള്ളതിൽ വാവു വാവുൽ ഹാൽ, ഹുവ ജുനുബ് എന്നുള്ളത് ജുംല ഹാലിയ. അപ്പോൾ ജനാപത്തുകാരനായ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു. മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, വെള്ളം സ്പർശിക്കാതെ. മിൻ ഗൈരി അൻ യമസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടാതെ, സ്പർശിക്കാതെ. മാഅൻ വെള്ളം. അപ്പോൾ വെള്ളം സ്പർശിക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു എന്നാണ്. ജനാപത്തുകാരനായിരിക്കും റസൂൽ എന്ത് ചെയ്യുന്നത്, ഉറങ്ങാറുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, കുളിച്ചിട്ടുമില്ല എന്നാണ് അതിന് വരിക. അതാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ് മിൻ ഗൈരി അൻ യമസ്സ മാഅൻ വഹുവ മഅലൂൽ. വഹുവ മഅലൂൽ, ഇത് ഇബ്നു ഹജറിൻ്റെ വിധിയാണ്. ഇബ്നു ഹജർ മഅലൂൽ എന്ന് പറഞ്ഞാൽ മുഅല്ലൽ അല്ലെങ്കിൽ മുഅൽ, ഇല്ലത്ത് ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. ഈ ഹദീസ് എന്താണ്, ഇല്ലത്തുള്ള ഹദീസാണ്, ദുർബലതുള്ള ഹദീസാണ് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഹജർ അതിന് ഇല്ലത്ത് പറയാൻ കാരണം ഇത് അബു ഇസ്ഹാക്കിൻ്റെ റിവായത്താണ്. അൽ അസ്വദിൽ നിന്ന് അബു ഇസ്ഹാക്കിൻ്റെ റിവായത്തായതുകൊണ്ട് അബു ഇസ്ഹാക്കിനെ പലരും വിമർശിച്ചിട്ടുണ്ട്.
പല മുഹദ്ദിസീങ്ങളും അബൂ ഇസ്ഹാഖിൻ്റെ റിവായത്തിനെ വിമർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അൽ അസ്വദിൽ അബൂ ഇസ്ഹാഖിൽ നിന്ന് റിവായത്ത് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇതിന് ഇല്ലത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസിനെ ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി, ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ ഇത് സഹിയാക്കിയിട്ടുണ്ട്, പ്രബലപ്പെടുത്തിയിട്ടുണ്ട് ഈ റിവായത്തിന്. ഹാക്കിം, ബൈഹഖി, അതേപോലെ തന്നെ അൽബാനി ഒക്കെ ഇത് സഹീഹാണ് ഈ റിവായത്ത് എന്നുള്ള പക്ഷക്കാരാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ എന്തുണ്ട്? ഫല്യത്തവദ്ദ ബൈനഹുമാ വുദു ചെയ്യാൻ കൽപ്പന ഉണ്ട്. അത് അസ്തഗ്ഫിറുല്ലാ, അത് പിന്നെ ഉറങ്ങുന്ന വിഷയത്തിലല്ല. ഒരിക്കൽ ഭാര്യനെ പ്രാപിച്ച് വീണ്ടും ഒരിക്കൽ പ്രാപിക്കുകയാണെങ്കിൽ വുദു ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഇല്ലത്ത് ഇവിടെ പറഞ്ഞ്. ഇവിടെ എന്താണ്? ഇവിടെ ജനാപത്തുകാരനായിട്ട് പിന്നെ ഉറങ്ങുകയാണ് എങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിന് മുമ്പ് വുദു വേണ്ട എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ് മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, വെള്ളം സ്പർശിക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാപത്തുകാരനായിരിക്കെ ഉറങ്ങിയിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള ഹദീസ്. ആ ഹദീസ് ഇബ്നു ഹജർ അതിന് ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ പ്രാമാണികരായ പിന്നെ മുഹദ്ദിസീങ്ങൾ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് ബൈഹഖി, അതേപോലെ തന്നെ ഹാക്കിം, അൽബാനി റഹ്മത്തുള്ളാഹി അലൽ ജമീഅ. പിന്നെ ഭാര്യയുമായി ലൈംഗികമായി പ്രാപിച്ച ആളുകൾ അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഭാര്യനെ ലൈംഗികമായിട്ട് പ്രാപിക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ ഉറങ്ങുക, അല്ലെങ്കിൽ അതിന് ശേഷം ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, ഇതിനൊക്കെ മുന്നോടിയായിട്ട് വുദു ചെയ്യണോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഹദീസിലുള്ള എന്താണ്? ഈ ഹദീസിൻ്റെ തേട്ടം ഒരിക്കൽ ലൈംഗികമായിട്ട് ഭാര്യനെ പ്രാപിച്ചവർ വീണ്ടും എന്ത് ചെയ്യണം? പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഇടയിൽ വുദു ചെയ്യണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തൻ്റെ ഭാര്യമാരിൽ ചിലരെ പ്രാപിച്ചു. അങ്ങനെ മറ്റൊരു ഭാര്യൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ പിന്നെ ഇടയിൽ വെച്ച് വുദു ചെയ്തതും വന്നിട്ടുണ്ട്, കുളിച്ചതും വന്നിട്ടുണ്ട്. ഈ കൽപ്പന അത് പിന്നെ ഇസ്തിഹ്ബാബിന് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഈ പിന്നെ ഇതുണ്ടല്ലോ, രണ്ട് ലൈംഗിക വീഴ്ചകൾക്കിടയിൽ അത് സ്വന്തം ഭാര്യയാകട്ടെ, അല്ല ഒരു ഭാര്യയുള്ളവർ ഒരു ഭാര്യനുമായിട്ട് പ്രാപിച്ചു, എന്നിട്ട് മറ്റൊരിക്കൽ കൂടി പ്രാപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇടയിൽ വുദു ചെയ്യട്ടെ, അല്ലെങ്കിൽ വേറൊരു ഭാര്യയുള്ളവരാണ് എങ്കിൽ ഒരു ഭാര്യനെ പ്രാപിച്ചു അടുത്ത ഭാര്യയെ പ്രാപിക്കാനാണ് എങ്കിൽ അതിന് വുദു ചെയ്യട്ടെ. ആ കൽപ്പന ഇത് എന്തിനുള്ളതാണ്? കൽപ്പന നിർബന്ധത്തിനുള്ളതല്ല, അത് പിന്നെയോ ഇസ്തിഹ്ബാബിനെയാണ് അറിയിക്കുന്നത്, സുന്നത്താണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇത് വലിൽ അർബഅത്തി ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങുമായിരുന്നു. മിൻ ഗൈരി അൻ യമസ്സ മാഅൻ, വെള്ളം സ്പർശിക്കാതെ. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസ് അറിയിക്കുന്നത് ഒരാൾക്ക് ജനാബത്ത് ബാധിച്ചു, അയാൾക്ക് എന്ത് ചെയ്യാം? ഉറങ്ങാവുന്നതാണ്, വുദു ചെയ്യാതെ കുളിക്കാതെ എന്നാണ്. ഇമാം തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത്, ഇമാം തുർമുദിയിൽ പെടുമല്ലോ, അർബയിൽ ഇമാം തുർമുദി പെടും. ഇമാം തുർമുദി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബുൻ മിൻ ഗൈരി അൻ യമസ്സ മാഅൻ എന്നുള്ളത് അവിടെ ഇമാം തുർമുദി ഉദ്ദേശിച്ചത് കുളിച്ചുകൊണ്ട് എന്നാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല, വുദു ചെയ്തിട്ടില്ല എന്നതിന് കിട്ടൂല. ഇവിടെ ഉദ്ദേശിച്ചത് കുളിൻ്റെ വിഷയമാണെന്നാണ് ഇമാം തുർമുദിയുടെ പക്ഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങുമായിരുന്നു, തിരുനബി വെള്ളം സ്പർശിക്കുമായിരുന്നില്ല കുളിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വുദു ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇമാം തുർമുദിയുടെ പക്ഷം. ഇബ്നു ഉമറിൻ്റെ ഹദീസ് എന്താണെന്ന് വെച്ചാൽ പിന്നെ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് യനാമു അഹദുന വഹുവ ജുനുബ്, ജനാബത്തുകാരായിരിക്കും ഞങ്ങളിൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാം ഇദാ തവദ്ദ, വുദു ചെയ്താൽ ഉറങ്ങാം എന്ന് പറയാണ്. വുദു ചെയ്താൽ ഉറങ്ങാം. അതാണ് പിന്നെ അതുകൊണ്ടാണ്, അതായത് ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് വുദു ചെയ്യാതെ ഉറങ്ങാൻ പറ്റുമോ? വുദു ചെയ്യാതെ ഉറങ്ങൽ ഹറാമാണ് നാം ദാഹിരിയാക്കൾ. കാരണം ദാഹിരിയാക്കൾ അങ്ങനെ പറയാൻ കാരണം ഈ ഹദീസുകളുടെ ഇതാണ്. അതായത് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ജനാബത്തുകാരനായിരിക്കെ വുദു ചെയ്യാതെ ഉറങ്ങട്ടെ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ
ഉറങ്ങാം നാം ഇതാ തവദ്ദ അയാൾ വുളു ചെയ്താൽ എന്ന്. അപ്പോൾ പിന്നെ ആ ഹദീസിൻ്റെ ബാഹ്യം പിടിച്ചിട്ടാണ് ളാഹിരിയാക്കൾ പറഞ്ഞത് ഹറാമാണ് എന്തെങ്കിലും ഉറങ്ങൽ. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞത് പിന്നെ വുളു ജനാബത്തുകാരനായിരിക്കെ ഒരാൾ വുളു ചെയ്യൽ എന്താണ്, അത് മുസ്തഹബാണ്, സുന്നത്താണ് എന്നുള്ളതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞു സുന്നത്തുമില്ല പിന്നെ വാജിബുമില്ല, കേവലം അനുവദനീയമാണ് എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിൻ്റെ അഭിപ്രായമാണ് ശരിയോട് അടുത്തത്. കാരണം പിന്നെ ഇവിടെ ഉണ്ട് ഈ ഹദീസിൻ്റെ തേട്ടെന്താ, റസൂൽ ഉറങ്ങുമായിരുന്നു അവിടെ മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ എന്നുള്ളത് പിന്നെ ഇമാം തുർമുദിൻ്റെ ഒരു വീക്ഷണമാണ്. കുളി അല്ലെങ്കിൽ വുളു രണ്ടിനും വേണ്ടിയിട്ട് വെള്ളം തൊടാതെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില ഹദീസുകളിലോ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ജനാബത്തുകാരനായിരിക്കും ഉറങ്ങട്ടെ, റസൂൽ പറയണം വുളു ചെയ്തിട്ട് ഉറങ്ങിക്കോളിന്ന്. അപ്പോൾ ഈ രണ്ട് ഹദീസിനെയും ജമ്മ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം പിന്നെ വുളു ചെയ്യുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്. പിന്നെ അബൂ ഇസ്ഹാഖ് എന്ന റാവിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണത്. അബൂ ഇസ്ഹാഖ് എന്ന റാവിയെക്കുറിച്ച് പിന്നെ അദ്ദേഹം പിന്നെ അൽ അസ്വദ് എന്ന് പറയുന്ന അബൂ ഇസ്ഹാഖിൻ്റെ ശിഷ്യൻ, അദ്ദേഹം അബൂ ഇസ്ഹാഖിനെ കണ്ടിട്ടില്ല, സനദ് മുൻഖത്തിയാണ് എന്നൊക്കെയാണ് ചിലർ പറഞ്ഞത്. അതേപോലെ തന്നെ അബൂ ഇസ്ഹാഖ് എന്നുള്ള റാവിയിൽ തന്നെയും ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞുള്ളത്. പക്ഷേ ആ നിരൂപണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിനെ സഹിയാക്കിയ ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഇമാം ഹാക്കിം, അതേപോലെ ബൈഹഖി, ഇവരൊന്നും എന്ത് ചെയ്തില്ല, അതിനെ ആ നിരൂപണത്തെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇതിലുള്ള ഫിഖ്ഹ് മസ്അല നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി തഹ്ഖീഖാക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കിനി അടുത്തതിൽ ഇനി ഇത് തീർന്നിട്ടില്ല, ഈ അധ്യായത്തിലെ ഹദീസുകൾ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലെ മസ്അലകൾ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് തഹ്ഖീഖാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.